6-ാം നൂറ്റാണ്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ അറേബ്യയുടെ മുന്നിൽ കറുത്ത വർഗ്ഗക്കാരനായ ചപ്പിളിച്ച മൂക്കുള്ള ചുരുളൻ മുടിയുള്ള വെരി ബ്ലാക്ക് എന്ന് പോലും പറയാൻ കഴിയാത്ത വിധത്തിൽ അത്രമേൽ കറുത്തൊരു മനുഷ്യനുണ്ട്. പേര് ബിലാൽ എന്നാണ്. ഇബ്നു റബാഹ എന്നവരുടെ മകൻ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ കറുത്തതിന്റെ പേരിൽ ആഫ്രിക്കക്കാരൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ പ്രയാസപ്പെടുത്തി. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചുട്ടുപടുത്ത മണലിൽ കിടത്തി പാള്ള കരിങ്കല്ല് ഹൃദയത്തിന്മേൽ കയറ്റിവെച്ച് നെഞ്ചിന്മേൽ കയറ്റിവെച്ച് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ പീഡിപ്പിച്ചു. ദാഹിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വായ പൊളിച്ചിട്ട് മൂത്രമൊഴിച്ചു കൊടുത്തു. അത്രമേൽ അടിമച്ചന്തയിലെ വെറും കച്ചവടച്ചരക്കായിരുന്ന കറുത്തവരായിരുന്ന ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ പരിശുദ്ധമായി ലോക മുസ്ലിമീങ്ങൾ എന്നല്ല സർവരും കാണുന്ന കഅബയുടെ ഉച്ചിയിൽ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ പാദപങ്കജം പതിഞ്ഞെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന സ്വഹാബി വൃന്ദത്തിൽ നിന്ന് കറുത്തവനാകുന്ന ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയാൻ അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചു കഅബയുടെ മുകളിൽ കയറി പരിശുദ്ധനായ റബ്ബിന്റെ അമരധ്വനി ബാങ്ക് വിളിച്ച് ഞങ്ങളെ സന്തോഷിപ്പിക്കണേ. അല്ലാഹുവിന്റെ ബാങ്ക് കഅബയുടെ മുകളിൽ കറുത്തവനാകുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് കയറ്റി നിർത്തി കുടിപ്പിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ത്തിനെതിരെയുള്ള പ്രഖ്യാപനം, വംശീയതക്കെതിരെയുള്ള പ്രഖ്യാപനം, നിറത്തിനെതിരെയുള്ള പ്രഖ്യാപനം എല്ലാം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നും മക്കയിൽ സവർണ തമ്പുരാക്കന്മാർക്ക് മുന്നിലും എല്ലാവരും നോക്കി നിൽക്കെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വലിയൊരു പാഠമുണ്ട്. കറുത്തതിൻ്റെയും വെളുത്തതിൻ്റെയും പേരിലല്ലടോ ഒരാളെയും വേർതിരിക്കേണ്ടത്. ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. ഒരിക്കലും അല്ലാഹു തആല